അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10,000 ആൾക്കാർ, 10,000 പേരടങ്ങുന്ന ഒരു വലിയ സേന ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒന്ന് നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. അറബികളുടെ ചരിത്രം മുഴുവനും യുദ്ധം നിറഞ്ഞതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊക്കെ ചെറുതോ വലുതോ ആയ, എന്തായിരുന്നാലും ഇത്ര വലിയ 10,000 ആൾക്കാരടങ്ങുന്ന ഒരു വലിയ സേന, അത് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിലോ വായനകളിലോ ഒന്നും ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉള്ളതായി കാണുന്നില്ല. അതൊരു സത്യമാണ്, ആരും പറയുന്നില്ല അത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അറേബ്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സേന, ഇസ്ലാമിനെയും മഹാനായ നബിയെയും ഇസ്ലാമിൻ്റെ രാജ്യത്തെയും ആദർശത്തെയും എല്ലാം നശിപ്പിക്കാൻ വേണ്ടി വരികയാണ്. അവർ മദീനയിലെത്തി. മറ്റൊരു അനുപാതം കൂടി നോക്കണം നമ്മൾ. മദീനയിൽ അന്ന് ആകെ ജനസംഖ്യ 10,000 വരുമായിരുന്നില്ല. ചില ചരിത്രങ്ങളുടെ അനുമാനം പറയുന്നത് മദീനയിൽ അന്ന് ആകെ ഉണ്ടായിരുന്നത് 3,000 ആൾക്കാരാണെന്നാണ്. ആണും പെണ്ണും വയസ്സന്മാരും കുട്ടികളും ഒക്കെ ആയിട്ട്, യുദ്ധത്തിന് പറ്റുന്നവരും പറ്റാത്തവരുമായിട്ട് ഉണ്ടായിരുന്നത് ഒരു 10,000 ഒരു 3,000 ആൾക്കാർ മാത്രമാണെന്നാണ്. ചില ആൾക്കാർ 4,000 ആൾക്കാർ, 5,000 ആൾക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഏത് ചരിത്ര അനുമാനവും 10,000 പേര് അന്ന് മദീനയിൽ താമസിച്ചിരുന്നു എന്ന് പറയുന്നില്ല. സത്യം അതാണ്. അത്രയും മനുഷ്യകുലം തന്നെ വികാസം പ്രാപിച്ചിട്ടുള്ളൂ, വലുതായിട്ടുള്ളൂ. അതുകൊണ്ടാണത്. ഏതായിരുന്നാലും ഈ വിവരം മദീനയിലെത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയിലെത്തി. അതോടുകൂടെ മദീനയിൽ വലിയൊരു ഭീതി, ആശങ്ക ഒക്കെ പടർന്നു. ബദർ, ഉഹദ് പോലെയല്ലല്ലോ, 10,000 ആൾക്കാരാണ്. അവർക്കെതിരെ രൂപീകരിക്കാനാണെങ്കിൽ ഒരു 1000 ആൾക്കാർ, യുദ്ധത്തിന് പറ്റിയ 1,000 ആൾക്കാർ, ഏറിപ്പോയാൽ 1,500 ആൾക്കാർ, അത്ര ആൾക്കാരെ മാത്രമേ മുസ്ലിമീങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയൂ. ഉഹദിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, 1,500 പേരാണ് പോയത്. അവരിൽ തന്നെ മുനാഫിക്കുകളുണ്ട്. മുനാഫിക്കുകൾ രംഗപ്രവേശനം ചെയ്ത് കഴിഞ്ഞ ഒരു സമയമായിരുന്നു. അവരൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പം മൊത്തത്തിൽ 1,000 ആൾക്കാരൊക്കെയാണ് സത്യത്തിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുക. അപ്പോൾ ഇത് ശരിക്കും ആലോചിച്ചാൽ വലിയൊരു ഭീതിയാണ്, വലിയൊരു ഭീഷണിയാണ്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷയം കൂടിയാലോചനയ്ക്ക് വെച്ചു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. നമ്മൾ നബിയെ ഒന്നും ഭയപ്പെടാനില്ല, അങ്ങ് പറയുന്ന പോലെ നമുക്കങ്ങോട്ട് ഇറങ്ങാം എന്ന് പറയാം എന്ന് പറയും സഹാബിമാർ അതിന് ഭയമുള്ള ആൾക്കാരല്ല. പക്ഷേ എന്ത് പറയുമ്പോഴും അത് എത്ര ധൈര്യം പറയുമ്പോഴും, അള്ളാഹു സഹായിക്കും എന്നത് ഉറപ്പാണെങ്കിൽ പോലും നമ്മൾ വലിയ എല്ലാ കണക്കുകൂട്ടലുകൾക്കും ഉപരിയായ തരത്തിലുള്ള ആത്മവിശ്വാസം, അത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയിൽ അധിക ആൾക്കാർക്കും ഒന്നും അങ്ങനെ നിർദ്ദേശിക്കാനുണ്ടായിരുന്നില്ല, മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പേർഷ്യക്കാരനാണ്. ആ ഭാഗത്തുള്ള യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും യുദ്ധപാഠവങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ചും പേർഷ്യൻ യുദ്ധ രീതികളെക്കുറിച്ചുമൊക്കെ അറിയുന്ന ഒരാളായിരുന്നു. അറിയുന്നതെന്ന് പറഞ്ഞാൽ അതിൽ വിദഗ്ധനായ ആളായിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പക്ഷേ അറേബ്യയിൽ ഇല്ലാത്ത, അറേബ്യയിൽ അപരിചിതമായ രീതികൾ അറിഞ്ഞേക്കാം. അദ്ദേഹം എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ നാട്ടിൽ ഇത്തരം ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അതിനെ പ്രതിരോധിക്കാറുള്ളത് ശത്രുവിനെ കിടങ്ങ് കുഴിച്ച് പ്രതിരോധിക്കുക എന്നതാണ്. എന്നിട്ട് കടക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു വലിയ കിടങ്ങുണ്ടാക്കുക. അപ്പോൾ യോദ്ധാക്കളായ എതിരാളികൾക്ക് ഇത് മറികടക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു തന്ത്രം ഞങ്ങളുടെ നാട്ടിലുണ്ട്.
അത് കേട്ടപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുദ്ധി പറഞ്ഞു, അത് ശരിയാണല്ലോ, അതൊരു മാർഗമാണല്ലോ. വേറെ ആ കാലഘട്ടത്തിന് പറ്റിയ മാർഗങ്ങളൊന്നുമില്ല. നയതന്ത്ര ബന്ധങ്ങൾ അല്ലെങ്കിൽ വിനാശകാരികളായ ആയുധങ്ങൾ, ഇതൊന്നും ഇല്ലല്ലോ. നേർക്ക് നേരെ മനുഷ്യനും ഏറ്റുമുട്ടി തന്നെ മരിക്കുകയോ വിജയിക്കുകയോ ഒക്കെ ചെയ്യണം. അതാണ് അന്നത്തെ കാലത്തെ യുദ്ധത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. ഏതായിരുന്നാലും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ആ മാർഗം നമുക്കും സ്വീകരിക്കാം. ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ബൗദ്ധികമായ കഴിവിനെയാണ്. ഒരു കാര്യത്തെ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി കൃത്യമായി നിശ്ചയിക്കാനും നിർണ്ണയിക്കാനുമുള്ള ഒരു കഴിവ് അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടായിരുന്നു. അള്ളാഹു കൊടുക്കുന്നതാണ്, അള്ളാഹു ഒപ്പം കൊടുക്കുന്നതാണ്. പക്ഷേങ്കിലും ഇവിടെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാം, അറേബ്യയിലെ മണൽ കലർന്ന ഭൂമി, കല്ല് കലർന്ന ഭൂമി, അവിടെ ഒരു കിടങ്ങുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ, കിടങ്ങ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ചാലുണ്ടാക്കിയിട്ട് കാര്യമില്ല, ഒരു തോട് വെട്ടിയിട്ട് കാര്യമില്ല. മറിച്ച് 10,000-ഓളം വരുന്ന കോപാന്ധരായ ശത്രുക്കളെ അടക്കി നിർത്താൻ അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു കിടങ്ങാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വലിയ ശ്രമം ആവശ്യമായി വരും, വലിയ അധ്വാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അഭിപ്രായത്തെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു. അത് വളരെ കൗതുകകരമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, മഹാനായ നബിയുടെ ബുദ്ധി വൈഭവം, ആസൂത്രണ മികവ്, യുദ്ധ തന്ത്രജ്ഞത, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നബിൻ്റെ എന്ത് മനസ്സിലാക്കുമ്പോഴും നമുക്ക് നബിയോട് അടുപ്പമുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.